ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി നൽകാം എന്നും കമ്മീഷൻ അറിയിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, കേസിൽ ഹർജിയിൽ വാദം തുടരുകയാണോ ഇപ്പോൾ? എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണങ്ങൾ? ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഈ വാദം തുടരുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും SIRന് നിയമപരമായിട്ട് അടിസ്ഥാനമില്ല എന്നാണ് ഹർജിക്കാരൻ വാദിക്കുന്നത്. ജസ്റ്റിസ് അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യമാണ് ഹർജിക്കാർക്ക് വേണ്ടി വാദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി അഡ്വക്കേറ്റ് രാകേഷ് ത്രിവേദിയാണ് വായിക്കുന്നത്. ഈ SIR നിയമപരമായിട്ട് നിലനിൽക്കില്ല. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാത്തതിൽ ഈ ബെഞ്ച് ആശ്ചര്യപ്പെടുന്നുവെന്നും കോടതികൾ പറയുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 65 ലക്ഷം പേരെ ഒഴിവാക്കിയ ഈ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കരട് പട്ടിക, അതിൻ്റെ വിവരങ്ങൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 36 ലക്ഷം പേർ അവർ മരിച്ചുവെന്നും 25 ലക്ഷം പേർ മറ്റിടങ്ങളിൽ മാറിപ്പോയതാണെന്നും ചിലത് ഇരട്ടിപ്പാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ സെപ്റ്റംബർ 1 വരെ ഇതിൽ എതിർപ്പുള്ളവർക്ക് പരാതി നൽകാനുള്ള സാവകാശമുണ്ട്. പക്ഷേ ഏതാണ്ട് 88,000 പരാതികളാണ് ഇതുവരേക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇത് വിശദമായിട്ട് പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര സഹായിക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചു. ഇതിലാണ് സുപ്രീം കോടതി കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിമർശനം ഉണ്ടായത്. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ സഹായിക്കാതിരിക്കുന്നതിൽ ആശ്ചര്യമുണ്ട് എന്നാണ് പറയുന്നത്. ജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തമ്മിൽ എന്തിനാണ് ഇത്ര അകൽച്ച എന്നും കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സെപ്റ്റംബർ 1 വരെ പരാതികൾ ബോധിപ്പിക്കാൻ സാവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കൂ, കുറച്ച് സമയം കൂടി നൽകൂ, എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി നൽകാം എന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിന്മേലുള്ള വാദം പുരോഗമിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.